Hi students, welcome to Electron College. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് അനലോഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനകത്ത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പഠിച്ചു കഴിഞ്ഞു. സോ നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത് ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ജനറലായിട്ട് ആംഗിൾ മോഡുലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആംഗിൾ മോഡുലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് കാരിയറിൻ്റെ നമുക്ക് ചേഞ്ച് ചെയ്യാം with respect to the amplitude of the message signal. ഇപ്പോൾ ഫ്രീക്വൻസിയാണ് കരിയറിൻ്റെ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയും. അതല്ല ഫേസ് ആണ്, ആ കരിയർ സിഗ്നലിൻ്റെ ഫേസ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫേസ് മോഡുലേഷൻ എന്ന് പറയും. സോ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പഠിച്ചു. സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, അതുകൂടാതെ തന്നെ ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും ഉണ്ട്. സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനകത്ത് എന്താണ് വേരി ചെയ്യുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ ആണ് വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. സോ ഒരു ഫ്രീക്വൻസി മോഡുലേഷനകത്താണെങ്കിൽ ഫ്രീക്വൻസി ആയിരിക്കും, കരിയറിന്റെ ഫ്രീക്വൻസിക്ക് ആയിരിക്കും വേരിയേഷൻ വരുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അതേപോലെ തന്നെ ഫേസ് മോഡുലേഷൻ ഉണ്ട്. ഫേസ് മോഡുലേഷനകത്ത് ഫേസ് ഓഫ് ദ കാരിയർ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. സോ എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ ഞാൻ പറഞ്ഞു. കരിയർ ഫ്രീക്വൻസി ഓഫ് ദ കരിയർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് മോഡുലേഷൻ ചെയ്യുന്നത്. സോ ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിൻ്റെ ഫൈനൽ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ, നമുക്ക് ഡെറിവേഷൻ പാർട്ട് വേണ്ട, ഫൈനൽ എക്സ്പ്രഷൻ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. സോ ഇതിനകത്ത് EC. സോ ശരിക്കും നമ്മളൊരു കരിയർ സിഗ്നലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കരിയർ സിഗ്നലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് EC സൈൻ ഒമേഗ CT ആണ്. അപ്പോൾ ഈ കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കമ്പോണൻറ്റിന് ചേഞ്ച് വരുത്തുവാണ് അല്ലേ. അപ്പം ഇത് ആ എക്സ്പ്രഷൻ നോക്കുവാണെങ്കിൽ EC, നേരത്തെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ നമ്മൾ ആ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിനാണ് ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളത് വിത്ത് റെസ്പെക്ട് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതുന്നത് ഫ്രീക്വൻസിയാണ്. സോ EC കോൺസ്റ്റന്റ് ആണ്, ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, അതുപോലെ ഫേസും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതർ രണ്ട് പാരാമീറ്റേഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ EC ഇവിടെ കോൺസ്റ്റന്റ് ആണ്, ഒമേഗ സിക്ക് ആയിരിക്കും ചേഞ്ച് വരുന്നത്. സോ ഇവിടെ ആ ചേഞ്ച് നമുക്ക് കാണാം, MF ഒമേഗ CT പ്ലസ് MF സൈൻ ഒമേഗ MT. അപ്പോൾ നമ്മുടെ കരിയർ സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ആ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരുത്തി എഴുതുമ്പോൾ നമുക്ക് FMൻ്റെ എക്സ്പ്രഷൻ കിട്ടും. സോ സൈൻ ഓഫ് ഒമേഗ CT പ്ലസ് MF സൈൻ ഒമേഗ MT. ഒമേഗ C കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്, ഒമേഗ M എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയുമാണ്. സോ ഇതാണ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. MF എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്, FMൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. സോ മോഡുലേഷൻ ഇൻഡെക്സിനെ കുറിച്ച് നമ്മൾ എയിമിനകത്ത് പഠിച്ചു. എയിമിനകത്ത് ഒരു മോഡുലേഷൻ ഇൻഡെക്സ് ഉണ്ട് അല്ലേ. അതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് EM/EC ആണ്. EM എന്ന് പറഞ്ഞത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, EC എന്ന് പറയുന്നത് കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അത് തമ്മിലുള്ള റേഷ്യോ ആയിരുന്നു AMൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ്. സോ ആ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് AMൻ്റെ കേസിൽ 0 to 1 അല്ലേ, ആ വാല്യൂ ആയിരിക്കും M. ഇവിടെ വരുമ്പോൾ കുറേ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കണം. സോ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഒരു FM AMൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ദ ഫ്രീക്വൻസി ഡീവിയേഷൻ ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്താണ്? ഇപ്പം നമ്മൾ FM ആണ് പഠിക്കുന്നത്. FMനകത്ത് കരിയറിൻ്റെ ഫ്രീക്വൻസിക്കാണ് ചേഞ്ച് വരുത്തുന്നത് അല്ലേ. ആ ഫ്രീക്വൻസി നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് സോ അത് കൂടും, ഒരു ഹാഫിൽ അത് കൂടും, അടുത്ത ഹാഫിൽ അത് കുറയും. അപ്പോൾ എത്ര കൂടുന്നു അല്ലെങ്കിൽ അത് എത്ര കുറയുന്നു, അവിടെ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച്, കരിയറിനുണ്ടാവുന്ന ആ ഒരു ചേഞ്ചാണ് ഫ്രീക്വൻസിക്കകത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഉണ്ടാവുന്ന കരിയറിൻ്റെ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത് ആ ഒരു ചേഞ്ചിനെയാണ്. അതിനെ നമ്മൾ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് FMൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് കിട്ടും. സോ ഇതിൻ്റെ ഈ രണ്ട് എക്സ്പ്രഷൻസിനും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എക്സ്പ്രഷൻസ് ഇതുണ്ട്. MF = ΔF/FM. ΔF നമ്മൾ പറഞ്ഞു ദ ഫ്രീക്വൻസി ഡീവിയേഷൻ. FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. നമുക്ക് വേണമെങ്കിൽ മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ സിഗ്നൽസ് ഉണ്ടെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് ആയിരിക്കും.
സോ ഡെൽറ്റ എഫ് ബൈ എഫ് എം ഈ ഇക്വേഷനും പഠിക്കണം. അതുകൂടാതെ നമ്മൾ കെ എഫ് ഇൻറ്റു എ എം ബൈ എഫ് എം എന്നുള്ളൊരു ഇക്വേഷനും പഠിക്കണം. ഈ ഡെൽറ്റ എഫിനെ കെ എഫ് ഇൻറ്റു എ എം എന്ന് എഴുതാം. ഡെൽറ്റ എഫ് ഞാൻ പറഞ്ഞു ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. കെ എഫ് ഇൻറ്റു എ എം മീൻസ് കെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആണ്. അപ്പോൾ ചിലപ്പം ക്വസ്റ്റിനകത്ത് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി തന്നിട്ട് ആംപ്ലിറ്റ്യൂഡും ഒക്കെ തന്നിട്ട് നമുക്ക് ആ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് കാണാം. സോ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി എ എം എന്ന് പറഞ്ഞാൽ അറിയാം മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ ഡെൽറ്റ എഫിനെ ആ ടേംസിലും എഴുതാം. സോ ഈ മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. സോ കെ എഫ് ഇൻറ്റു എ എം ബൈ എഫ് എം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന എക്സ്പ്രഷൻ. സോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എ എമ്മിൻ്റെ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ 0 to 1 ആണ്, അല്ലെങ്കിൽ മാക്സിമം 1 വാല്യൂ വരെയാണ് നമ്മൾ എ എമ്മിൻ്റെ കേസിൽ പറഞ്ഞത് മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ. അത് എഫ് എമ്മിൻ്റെ കേസിൽ വരുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 1. സോ മോഡുലേഷൻ ഇൻഡെക്സ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 1 ഫോർ എഫ് എം. സോ ഈ ഒരു പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളത് കമ്പയർ ചെയ്തൊക്കെ പഠിക്കുമ്പം ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് ഡീവിയേഷൻ റേഷ്യോ. സോ ഡീവിയേഷൻ റേഷ്യോ പറയുന്നത് the modulation index corresponding to the maximum deviation to the maximum modulating frequency. So a maximum a delta f in the maximum deviation value by the maximum value of modulation. നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പറയാം അതിൻ്റെ ആ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ എക്സ്ട്രീം വാല്യൂസിനെ തമ്മിലുള്ള റേഷ്യോ ആണ് ഡീവിയേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാക്സിമം. സോ ഇറ്റ് ഈസ് എ മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ മാക്സിമം ഡീവിയേഷൻ ആൻഡ് ദ മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഡീവിയേഷൻ റേഷ്യോ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ രണ്ട് വാല്യൂസ് അതിൻ്റെ മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഇൻ എഫ് എം ബ്രോഡ്കാസ്റ്റിംഗ് മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 കിലോ ഹെർട്സിലാണ് ലിമിറ്റ് ചെയ്തേക്കുന്നത്. ആ വാല്യൂസ് എന്ന് അറിഞ്ഞിരിക്കണം. എഫ് എം ബ്രോഡ്കാസ്റ്റിംഗ് അല്ല, എഫ് എം ബ്രോഡ്കാസ്റ്റിംഗിൽ മാക്സിമം വാല്യൂ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 75 കിലോ ഹെർട്സും മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15 കിലോ ഹെർട്സുമാണ് ലിമിറ്റ് ചെയ്തേക്കുന്നത്. സോ ആ വാല്യൂം കൂടെ, സോ മാക്സിമം ഡീവിയേഷനും അതേപോലെ തന്നെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെയും വാല്യൂസ് ആണ്. സോ അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഡീവിയേഷൻ റേഷ്യോ എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ പോയിന്റും നമ്മൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം. നമ്മൾ എ എമ്മിൻ്റെ സ്പെക്ട്രം പഠിച്ചു അല്ലേ? എ എമ്മിൻ്റെ സ്പെക്ട്രം എങ്ങനെയായിരുന്നു? അതിനകത്ത് എ എമ്മിൻ്റെ സ്പെക്ട്രത്തിനകത്ത് 3 കമ്പോണൻസ് നമുക്ക് കാണാൻ പറ്റും. ഒരെണ്ണം കാരിയർ, പിന്നെ 2 സൈഡ് ബാൻഡ്സ്. ഇതായിരുന്നു അതിൻ്റെ സ്പെക്ട്രം. സോ ഇത് കാരിയർ ഫ്രീക്വൻസി, ഇത് അപ്പർ സൈഡ് ബാൻഡ് എഫ് സി പ്ലസ് എഫ് എം അല്ലെങ്കിൽ ഒമേഗ സി പ്ലസ് എഫ് എം, ഇത് ലോവർ സൈഡ് ബാൻഡ് എഫ് സി മൈനസ് എഫ് എം. സോ നമുക്ക് 3 കമ്പോണൻസ് ഉണ്ടായിരുന്നു. ഇതെന്താണ്? ULSP ലോവർ സൈഡ് ബാൻഡ്, and this is the carrier component, and this is the upper side band. അങ്ങനെ 3 കമ്പോണൻസ് മാത്രമേ നമുക്ക് എ എമ്മിൻ്റെ കേസിലുള്ളായിരുന്നു. നമ്മളിപ്പോൾ ഫ്രീക്വൻസി സ്പെക്ട്രം എഫ് എമ്മിൻ്റെ നോക്കുവാണെങ്കിൽ അതിൻ്റെ സ്പെക്ട്രം ഒന്നും വരയ്ക്കാൻ നമുക്ക് ഇതിനകത്തോട് പറ്റത്തില്ല. സോ നമുക്ക് എഫ് എമ്മിൻ്റെ സ്പെക്ട്രം കാണുവാണെങ്കിൽ അതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് കാണും. കാരിയറിൻ്റെ കൂടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് കാണും. അതുപോലെ മോഡുലേഷൻ ഇൻഡെക്സ് ഡിറ്റർമിൻസ് ഹൗ മെനി സൈഡ് ബാൻഡ് കമ്പോണൻസ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. സോ ഈ സൈഡ് ബാൻഡ്സിന് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് അല്ലെങ്കിൽ സൈഡ് ബാൻഡ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട്. സോ അത് എപ്പോഴും അത് റിലേറ്റഡ് ആയിരിക്കും. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് ബാൻഡ് സ്പെക്ട്രത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ എമ്മിൻ്റെ കേസിൽ ട്രാൻസ്മിറ്റഡ് പവർ അറിയാം അല്ലേ? എ എമ്മിൻ്റെ കേസിൽ ട്രാൻസ്മിറ്റഡ് പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു? PT ഈക്വൽ ടു PC ഇൻറ്റു 1 + m². സോ PT ഈസ് ഈക്വൽ ടു PC ഇൻറ്റു 1 + m² ആയിരുന്നു നമ്മുടെ മോഡുലേഷൻ ട്രാൻസ്മിറ്റഡ് പവറിൻ്റെ എ എമ്മിൻ്റെ കേസിലുള്ള ഇക്വേഷൻ. സോ ഇത് ഈ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് റിലേറ്റഡ് ആണ്. ആ ഇക്വേഷനകത്ത് M ഉണ്ട് അല്ലേ? സോ നമുക്ക് പറയാം ഇൻ AM the increased depth of modulation increases the sideband power and therefore the total power. Sideband power എന്ന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡിൻ്റെയും അപ്പർ സൈഡ് ബാൻഡിൻ്റെയും പവർ ആണ്. m²/4 PC നമ്മൾ പഠിച്ചായിരുന്നു. ടോട്ടൽ പവർ m²/2 PC അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ടോട്ടൽ പവറും ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ പവർ m²/4 PC എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് റിലേറ്റഡ് ആണ് എ എമ്മിൻ്റെ കേസിൽ.
നമ്മളത് എഫ് എമ്മിലോട്ട് വരുമ്പോൾ എഫ് എമ്മിൽ ടോട്ടൽ പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടോട്ടൽ പവർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബട്ട് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഡെപ്ത് ഓഫ് മോഡുലേഷൻ. നമുക്ക് പറയാം മോഡുലേഷൻ ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് ബാൻഡ് വിഡ്ത്ത് കൂടാം. മോഡുലേഷൻ ഇൻഡെക്സ് അനുസരിച്ച് ബാൻഡ് വിഡ്ത്ത് കൂടാം, പക്ഷെ ടോട്ടൽ പവർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ എപ്പോഴും എഫ് എമ്മിന്റെ കേസിൽ ടോട്ടൽ പവറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ആവറേജ് പവറിന്റെ എക്സ്പ്രഷൻ ഉണ്ട്, EC²/R, നമ്മളത് വരുന്നുണ്ട്, അപ്പോൾ പറയാം. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. എഫ് എമ്മിന്റെ കേസിൽ ട്രാൻസ്മിറ്റഡ് പവർ റിമെയിൻസ് കോൺസ്റ്റന്റ് ബട്ട് ദ ഇൻക്രീസ്ഡ് ഡെപ്ത് ഓഫ് മോഡുലേഷൻ ഇൻക്രീസസ് ദ ബാൻഡ് വിഡ്ത്ത്. സോ ആ പോയിന്റ് കൂടെ മനസ്സിലാക്കി വെക്കുക. The carrier component of FM wave disappear for certain values of modulation index. അപ്പോൾ eigen values എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ആ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂസ് ആണ്. ആ മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂസിന് ചില സമയത്ത് കരിയർ കമ്പോണന്റ് എലിമിനേറ്റ് ആയി പോവാം. അങ്ങനെയുള്ള ആ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂസിനെയാണ് നമ്മൾ eigen വാല്യൂസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമ്മൾ ആ സ്പെക്ട്രം വെച്ചിട്ട് പറയുന്ന പോയിന്റ്സുകളാണ് ഇതെല്ലാം. സോ മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് സൈഡ് ബാൻഡ്സിനെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂസ്, eigen വാല്യൂസ് എന്ന് പറയുന്നത് കാരിയർ ഡിസപ്പിയർ ചെയ്യുന്ന മോഡുലേഷൻ ഇൻഡെക്സിന്റെ ചില വാല്യൂസിനെയാണ് നമ്മൾ eigen വാല്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ആ സ്പെക്ട്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കുറേ പോയിന്റ്സ്. ടോട്ടൽ പവർ കോൺസ്റ്റന്റ് ആണ്, കാരണം മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് അതിന് ഒരു ഡിപ്പെൻഡൻസി ഇല്ല, ഇൻഡിപെൻഡന്റ് ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. സോ അത് AM FM തമ്മിലുള്ള കമ്പാരിസനകത്ത് ഞാൻ പറയാം. ദെൻ നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ആണ്. എഫ് എമ്മിന്റെ കേസിൽ നമ്മൾ AM-ന്റെ കേസിൽ നമ്മൾ ബാൻഡ് വിഡ്ത്ത് പറഞ്ഞു. AM-ന്റെ കേസിലെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM ആണ്, 2 ടൈംസ് FM ആണ് AM-ന്റെ കേസിൽ. സോ AM-ന്റെ കേസിലെ ബാൻഡ് വിഡ്ത്ത് 2FM ആണ്. എഫ് എമ്മിന്റെ കേസിൽ വരുമ്പം തിയറിറ്റിക്കലായിട്ട് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, AM-നെക്കാട്ടി കൂടുതലാണ്. അതിന്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആണ്. തിയറിറ്റിക്കലി ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് FM ഈസ് ഇൻഫിനിറ്റി. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ അതിന് ചില വാല്യൂസ് ഒക്കെ നമ്മൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ബാൻഡ് വിഡ്ത്തിന്. സോ ഈ ഫീച്ച് സ്പെക്ട്രൽ ലൈൻസ് ആർ, ഇപ്പം നമ്മൾ നാരോ ബാൻഡ് FM, നമ്മൾ FM-നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഇത് പഠിക്കുന്നുണ്ട്. നാരോ ബാൻഡ് FM, വൈഡ് ബാൻഡ് FM എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ നാരോ ബാൻഡ് FM-ന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ AM-ന്റെ ബാൻഡ് വിഡ്ത്ത് തന്നെയാണ്, എന്ന് വെച്ചാൽ 2FM തന്നെയാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നാരോ ബാൻഡ് FM ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന കാഴ്സൺസ് റൂളൊന്നും അപ്ലൈ ചെയ്യരുത്. നാരോ ബാൻഡ് FM-നകത്ത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇക്വേഷൻസ് പ്രാക്ടിക്കൽ കേസിൽ പഠിക്കുന്നുണ്ട്. ഒന്ന്, ഈ ഫീച്ച് സ്പെക്ട്രൽ ലൈൻസ് ആർ സ്പേസ്ഡ് ബൈ FM. അപ്പോൾ നമ്മൾ ആ സ്പെക്ട്രൽ ലൈൻസ് തമ്മിലുള്ള ഒരു സ്പേസിങ് FM ആണെങ്കിൽ അവിടുത്തെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM ഇൻറ്റു ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ്, N എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. സോ 2FM ഇൻറ്റു N എന്ന് വേണമെങ്കിൽ പറയാം. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്പേസിങ്ങിന്റെ ആ ഒരു ഡിഫറൻസ് FM ആണെങ്കിൽ, എപ്പോഴും സ്പെക്ട്രൽ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് FM ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. എപ്പോഴും അല്ല, ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2FM ഇൻറ്റു ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ്. സോ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ പ്രാക്ടിക്കൽ കേസ്, തിയററ്റിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വാല്യൂ ആണ്. സോ then with increase in modulation index the number of significant side bands will also increase. ഞാൻ നേരത്തെ പറഞ്ഞതാണ് മോഡുലേഷൻ ഇൻഡെക്സും ഈ സൈഡ് ബാൻഡ്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. സോ നമുക്ക് പറയാം വിത്ത് ഇൻക്രീസ് ഇൻ മോഡുലേഷൻ ഇൻഡെക്സ് ദ ബാൻഡ് വിഡ്ത്ത് വിൽ ഇൻക്രീസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം എന്താണ്, ഈ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് കൂടും. സൈഡ് ബാൻഡ്സ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാൻഡ് വിഡ്ത്ത് കുറങ്ങും, ബാൻഡ് വിഡ്ത്ത് കൂടും. അതാണ് മോഡുലേഷൻ ഇൻഡെക്സും ബാൻഡ് വിഡ്ത്തും തമ്മിൽ നേരത്തെ പറഞ്ഞതാണ്. ഇൻക്രീസ് ഇൻ മോഡുലേഷൻ ഇൻഡെക്സ് മീൻസ് ഇൻക്രീസ് ഇൻ ബാൻഡ് വിഡ്ത്ത്. അതിൻ്റെ റീസൺ സൈഡ് ബാൻഡ്സ് കൂടുന്നതുകൊണ്ടാണ്. സോ ഈ പോയിന്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം ബാൻഡ് വിഡ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്ത്. സോ തിയററ്റിക്കലി ദ വാല്യൂ ഇസ് ഇൻഫൈനൈറ്റ് ആൻഡ് ഫോർ പ്രാക്ടിക്കൽ കേസസ് നമ്മൾ സൈഡ് ബാൻഡ്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കേസാണ് ഇത്. If the spectral lines are equally spaced by FM, then bandwidth is equal to 2FM into number of significant side bands. Then ഇനി പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ഒരു റൂളും കൂടെ യൂസ് ചെയ്യാറുണ്ട്. കാർസൺസ് റൂൾസ് വെച്ചിട്ട് നമ്മൾ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാറുണ്ട്. അതിൻ്റെ ഇക്വേഷൻ 2 ഇൻറ്റു ഡെൽറ്റ എഫ് പ്ലസ് FM ആണ്. സോ ഇതിനകത്തും 2 ഇക്വേഷൻസ് വരുന്നുണ്ട്. കാരണം നമുക്ക് ഡെൽറ്റ എഫിനെ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാം. കാരണം MF എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു എന്താണ്, മോഡുലേഷൻ ഇൻഡെക്സ് ആണ്.
അതിനെ നമ്മൾ ഡെൽറ്റ എഫ് ബൈ എഫ് എം എന്ന് എഴുതാം. അപ്പോൾ ക്വസ്റ്റിനകത്ത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണോ തരുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ. മനസ്സിലായോ? സോ 2 ഇക്വേഷൻസ് ഉണ്ട്, രണ്ടും സെയിം ഇക്വേഷൻസ് ആണ്, നമ്മൾ ഒന്നിലേക്ക് മാറ്റി എഴുതുന്നതാണ്. 2 ഇൻറ്റു ഡെൽറ്റ എഫ് പ്ലസ് എഫ് എം. ഡെൽറ്റ എഫ് ആ ഫ്രീക്വൻസി ഡീവിയേഷനും എഫ് എമ്മും തരുവാണെങ്കിൽ ഈ കാർസൺസ് റൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം മോഡുലേഷൻ ഇൻഡെക്സിന്റെ ടേംസിലാണ് തരുന്നതെങ്കിൽ എം എഫ് നമുക്ക് ഡെൽറ്റ എഫിനെ കൺവേർട്ട് ചെയ്യാം. ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എഫ് ഇൻറ്റു എഫ് എം ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് 2 ഇൻറ്റു എം എഫ് പ്ലസ് 1 ഇൻറ്റു എഫ് എം എന്ന് കിട്ടുന്നത്. സോ ഈ 2 റിലേഷൻസും നമ്മൾ പഠിച്ചു വെക്കണം. കാർസൺസ് റൂൾ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ്. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് പ്രാക്ടിക്കൽ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻസ്മിറ്റഡ് പവർ കോൺസ്റ്റന്റ് ആണ് എഫ് എമ്മിന്റെ കേസിൽ. ആ ട്രാൻസ്മിറ്റഡ് പവറിന്റെ വാല്യൂ PT = EC²/2R എന്നാണ്. ഇവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ 1 ohm ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തേക്കുവാണ്. സോ നമുക്ക് ട്രാൻസ്മിറ്റഡ് പവർ ഇക്വേഷൻ EC² എന്ന് പറഞ്ഞാൽ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ²/2. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ കാർസൺസ് റൂൾസ് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു എഫ് എമ്മിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലേ? ഏതൊക്കെ ടൈപ്പ് എഫ് എം ആണ്? നമുക്ക് നാരോ ബാൻഡ് എഫ് എം ഉണ്ട്, വൈഡ് ബാൻഡ് എഫ് എം ഉണ്ട്. നാരോ ബാൻഡ് എഫ് എം എന്താണ്? ആ പേരിനകത്ത് തന്നെ ഉണ്ട്, ബാൻഡ് വിഡ്ത്ത് വിൽ ബി വെരി ലെസ് അല്ലേ? നാരോ ബാൻഡ് എഫ് എം. അപ്പോൾ നാരോ ബാൻഡ് എഫ് എമ്മും വൈഡ് ബാൻഡ് എഫ് എമ്മും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം പഠിക്കണം. സോ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആ പേരിൽ തന്നെ ഉണ്ട്, ദ ബാൻഡ് വിഡ്ത്ത് ഈസ് വെരി സ്മോൾ. എഫ് എമ്മിൽ തന്നെ ബാൻഡ് വിഡ്ത്ത് ഈസ് വെരി സ്മോൾ. ദെൻ ദ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് വേണമെങ്കിൽ പറയാം ബാൻഡ് വിഡ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് സെയിം ആണ്. എ എമ്മിൻ്റെ ബാൻഡ് വിഡ്ത്ത് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നാരോ ബാൻഡ് കേസിൽ. സോ ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് എഫ് എം ആൻഡ് എ എം ബോത്ത് ആർ സെയിം. ഇനി ദ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് എഫ് എം ഈസ് ലെസ് ദാൻ ഓർ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1. നമ്മൾ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാനെക്കാട്ടി കൂടുതലായിട്ടും പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ചില കേസിൽ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ, എങ്കിലും ഒരുപാട് ഗ്രേറ്റർ അല്ല. സോ കമ്പാരിസൺ പറയുമ്പോൾ എം എഫ് എമ്മായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ദ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് എഫ് എം ഈസ് ലെസ് ദാൻ 1. അതാണ് ഒരു പോയിന്റ്. മോഡുലേഷൻ ഇൻഡെക്സ് എഫ് എമ്മിൻ്റെ കേസിൽ, കാരണം ഓൾറെഡി അറിയാം ബാൻഡ് വിഡ്ത്ത് കൂടണമെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് കൂടുതലായിരിക്കണം അല്ലേ? ഇവിടെ ബാൻഡ് വിഡ്ത്ത് കുറവാണ്, നാരോ ബാൻഡ്, അങ്ങനെ ഞാൻ ഓർത്ത് വെക്കാം. മോഡുലേഷൻ ഇൻഡെക്സ് അപ്പം രണ്ടും ഞാൻ പറഞ്ഞില്ലേ, അത് പ്രൊപ്പോർഷണൽ ആണ് അല്ലെങ്കിൽ റിലേറ്റഡ് ആണ്. സോ മോഡുലേഷൻ ഇൻഡെക്സ് കുറഞ്ഞിരുന്നാൽ ബാൻഡ് വിഡ്ത്ത് കുറവായിരിക്കും. സോ ഇവിടെ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1. സോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ്. ഇനി നമുക്ക് സ്പെക്ട്രം നോക്കുവാണെങ്കിൽ, നാരോ ബാൻഡ് എഫ് എമ്മിൻ്റെ സ്പെക്ട്രം നോക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ അറിയാം, നമുക്ക് അത് എ എം തന്നെ ആലോചിച്ചാൽ മതി. അതിനകത്ത് കരിയറും കാണും, അപ്പർ സൈഡ് ബാൻഡും കാണും, ലോവർ സൈഡ് ബാൻഡും കാണും, സിമിലർ ടു ദാറ്റ് ഓഫ് എ എം. എ എം പോലെ തന്നെ കരിയർ, അപ്പർ സൈഡ് ബാൻഡ്, ലോവർ സൈഡ് ബാൻഡ്, ഇതായിരിക്കും അതിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് 2FM ആയിരിക്കും. ഇനി ഇതിൻ്റെ വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ പറയുന്നത് 5 kHz ആണ്. അതുപോലെ തന്നെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ റേഞ്ച് പറയുന്നത് 30 Hz to 3 kHz ആണ്. സോ ഫ്രീക്വൻസി ഡീവിയേഷനും റേഞ്ച് ഓഫ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആ വാല്യൂസും പഠിച്ചു വെക്കുക. ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, പോലീസ്, വയർലെസ്, ആംബുലൻസ് എക്സെട്ര. സോ നമ്മുടെ ക്യാബിനകത്തൊക്കെ, ടാക്സി ക്യാബിനകത്തൊക്കെ നമ്മൾ ഇതുപോലുള്ള നാരോ ബാൻഡ് എഫ് എം ആണ് യൂസ് ചെയ്യുന്നത്. എഫ് എം മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പോലീസ്, വയർലെസ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ എഫ് എം യൂസ് ചെയ്യാറുള്ളത്, നാരോ ബാൻഡ് എഫ് എം യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2FM ആണ് ബാൻഡ് വിഡ്ത്ത്, സെയിം ആസ് ദാറ്റ് ഓഫ് AM. സോ ഇതാണ് നാരോ ബാൻഡ് എഫ് എമ്മിൻ്റെ ഫീച്ചേഴ്സ്. സോ ഇത് എല്ലാം പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? വൈഡ് ബാൻഡ് എഫ് എം. അപ്പോൾ നാരോ ബാൻഡ് എന്ന് പറയുമ്പം ദ ബാൻഡ് വിഡ്ത്ത് ഈസ് വെരി സ്മോൾ. വൈഡ് ബാൻഡ് എഫ് എം മീൻസ് എന്താണ്? ദ ബാൻഡ് വിഡ്ത്ത് ഈസ് മച്ച് ഹയർ അല്ലേ? വൈഡ് ബാൻഡ് എഫ് എം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബാൻഡ് വിഡ്ത്ത് തിയററ്റിക്കലി ദ ബാൻഡ് വിഡ്ത്ത് വാല്യൂ ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് പറയാം ഫോർ ലാർജർ വാല്യൂ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ദ എഫ് എം. അപ്പോൾ വൈഡ് ബാൻഡ് എഫ് എമ്മിൻ്റെ കേസിൽ എമ്മിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. മനസ്സിലായോ? സോ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. സോ ദ എഫ് എം വേവ് കണ്ടെയ്ൻസ് ദ കരിയർ ആൻഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് അല്ലേ? സൈഡ് ബാൻഡ്സ് കൂടുന്നതനുസരിച്ചാണ് മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ കൂടുന്നത്, അല്ലെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ചാണ് സൈഡ് ബാൻഡ്സ് കൂടുന്നത്.
അപ്പം നമുക്കറിയാം മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ കൂടുന്നു അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് കൂടുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാൻഡ് വിഡ്ത്തും ഇൻക്രീസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ എഫ് എമ്മിൻ്റെ കേസിൽ ആ തിയറട്ടിക്കൽ വാല്യൂ തന്നെ ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സ് നാരോ ബാൻഡിൻ്റെ കേസിൽ <1 ആണെങ്കിൽ ഇവിടെ ഇറ്റ് ഈസ് >1, ഇറ്റ് വിൽ ബി ഹയർ അല്ലേ. വൈഡ് ബാൻഡിൻ്റെ കേസിൽ അത് കൂടുതലായിരിക്കും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീക്വൻസി ഡീവിയേഷൻ, നമ്മൾ നേരത്തെ കേസിൽ 5 kHz ആണ് നാരോ ബാൻഡിൻ്റെ കേസിൽ പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ഇത് 75 kHz ആണ് ദ മാക്സിമം പെർമിസിബിൾ ഫ്രീക്വൻസി ഡീവിയേഷൻ. ദെൻ മോഡുലേഷൻ ഫ്രീക്വൻസി നേരത്തെ 33 kHz വരെയാണ്, ഇവിടെ 15 kHz വരെ നമുക്ക് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് പറയാം. നേരത്തെ FM റേഡിയോ TV ഇതിനകത്തൊക്കെ നമ്മൾ വൈഡ് ബാൻഡ് FM ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ടുമാണ് നമ്മുടെ നാരോ ബാൻഡ് FM-ഉം വൈഡ് ബാൻഡ് FM-ഉം തമ്മിലുള്ള മെയിൻ കമ്പാരിസൺ. സോ ഇത് നിങ്ങൾ ഈ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പോൾ 2 types ഓഫ് FM, നാരോ ബാൻഡ് FM ആൻഡ് വൈഡ് ബാൻഡ് FM. ദെൻ നമുക്ക് FM-നെ ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് FM എന്താണെന്നറിയാം, FM-നെ എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള മെത്തേഡ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. there are 2 methods for generation of FM wave. സോ 2 type മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് FM-നെ ജനറേറ്റ് ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയും, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പം ഇതിൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്താണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്, ശരിക്കും ഈ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിലേക്ക് പോകുന്നത്. സോ ഇതിനകത്തുണ്ടാവുന്ന ഡ്രോബാക്സ് അതൊക്കെ നമുക്ക് ഈ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഡയറക്റ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? റിയാക്റ്റൻസ് മോഡുലേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, വരാക്ടർ ഡയോഡ് മോഡുലേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ജനറേറ്റിംഗ് FM പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത് ആംസ്ട്രോങ് മെത്തേഡാണ്. സോ ഈ 3 മെത്തേഡ്സ് മീൻസ് ഡയറക്റ്റിനകത്ത് 2 പഠിക്കുന്നുണ്ട്, പേരുകളും മനസ്സിലാക്കി വെച്ചേക്കുക. റിയാക്റ്റൻസ് മോഡുലേറ്റർ ആൻഡ് വരാക്ടർ ഡയോഡ് മോഡുലേറ്റേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്സ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ചെയ്യാൻ നമുക്ക് ആംസ്ട്രോങ് മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി അതിനകത്ത് ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ഇറ്റ് വിൽ ബി ഡയറക്ട്ലി മോഡുലേറ്റ്സ് ദ, പേരിനകത്ത് തന്നെ ഉണ്ട്, ഇറ്റ് വിൽ ഡയറക്ട്ലി മോഡുലേറ്റ്സ് ദ കാരിയർ. അത് നിങ്ങൾ ഇൻഡയറക്റ്റ് പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ ഒരു നെയിമിനകത്തൊരു ചേഞ്ച് വന്നതെന്ന്. ഇപ്പോൾ ഒരു ഡയറക്റ്റ് മോഡുലേഷൻ ആണ്, നമുക്ക് ഒരു ഫ്രീക്വൻസി, കരിയറിൻ്റെ ഫ്രീക്വൻസിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, അതറിയണം. കാരണം ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയറിൻ്റെ ഫ്രീക്വൻസിക്ക് വേരിയേഷൻ വരുത്തിയാണ് നമ്മൾ ചെയ്യുന്നത് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച്. സോ ഇവിടെ ഹിയർ ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ഡയറക്ട്ലി മോഡുലേറ്റ്സ് ദ കരിയർ. അതുപോലെ തന്നെ കരിയർ സിഗ്നലിന് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ നമ്മളൊരു ഓസിലേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരു LC സർക്യൂട്ട് ആയിരിക്കും അത്, ഒരു LC ട്യൂൺഡ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓസിലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാറുള്ളത്. സോ 2 പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്നത് കരിയർ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ നമ്മളൊരു VCO, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ, അല്ലെങ്കിൽ ഒരു ഓസിലേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യും. അതിനകത്ത് L-ഉം C-യും. സോ ഈ L and C പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നത്. നമുക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC. അപ്പോൾ ഇതാണ് ഫോർമുല. സോ നമുക്ക് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് L-ഓ അല്ലെങ്കിൽ C-ഓ ചെയ്താൽ മതി. ഇത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഈ ടൈപ്പ് മെത്തേഡാണ് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ജനറേറ്റിംഗ് FM എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് തന്നെ 2 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സോ അതിനകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് പോവാം. അത് റിയാക്റ്റൻസ് മോഡുലേറ്റർ ആണ്. റിയാക്റ്റൻസ് മോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് FM-നെ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് മെയിൻ പോയിന്റ് ഇതാണ്, ഒരു VCO യൂസ് ചെയ്യാറുണ്ട്. VCO എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ.
സോ ഈ ഒരു VCO അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാരിയറിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. സോ ചേഞ്ച് ദ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ, അത് ചെയ്യുന്നത് VCO വെച്ചിട്ടാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഹൗ അല്ലേ, നമ്മൾ VCO എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു സിനുസോയിഡൽ ഓസിലേറ്റർ ആണ്, അതിനകത്തൊരു LC സർക്യൂട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ വാല്യൂ എന്താണ്, അതിൻ്റെ Q വാല്യൂ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ ഒരു ഹൈ വാല്യൂ ഉള്ള ഒരു സിനുസോയിഡൽ ഓസിലേറ്റർ ആണ് നമ്മൾ VCO എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് L ഉണ്ട്, C ഉണ്ട്, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടേഴ്സ്. സോ നമുക്ക് അതിന് വേരിയേഷൻസ് വരുത്തിയാണ് നമ്മൾ കാരിയർ സിഗ്നലിനെ ചേഞ്ച് ചെയ്യുന്നത്, കാരിയർ സിഗ്നൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് FM ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമ്മളൊരു ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്ററും FETസുമാണ്. സോ ദിസ് ഡിവൈസ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ ട്യൂൺഡ് സർക്യൂട്ട്. അപ്പോൾ നമ്മുടെ ട്യൂൺഡ് സർക്യൂട്ടിന് അക്രോസ്, ആ ഓസിലേറ്ററിന്റെ ട്യൂൺഡ് സർക്യൂട്ടിന് അക്രോസ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സ്, FETs. അതിനകത്ത് നമ്മൾ FET റിയാക്ടൻസ് മോഡുലേറ്റർ ആണ് പഠിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളിവിടെ ട്യൂൺഡ് സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാം, FET യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എന്താണ് വാക്യൂം ട്യൂബ്സും യൂസ് ചെയ്യാറുണ്ട്. സോ FET ആണ് അറിയാമല്ലോ, FETക്കും ബാക്കിയുള്ള ട്രാൻസിസ്റ്റേഴ്സിനെ കാട്ടി കുറച്ചും കൂടെ എന്താണ് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വരും. സോ ബെറ്റർ ആണ് FET എന്ന് പറയുന്നത്. സോ നോക്കുക, ആസ് ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ചേഞ്ചസ് ദ റിയാക്ടൻസ് ഓഫേർഡ് ബൈ ദ FET. അപ്പോൾ നമ്മൾ ഈ FET എന്ന് പറയുന്നതിനെ നമ്മൾ ആ ട്യൂൺഡ് സർക്യൂട്ടിന് അക്രോസ് ആണ് കണക്ട് ചെയ്യുന്നത്. സോ ഈ റിയാക്ടൻസ് ഓഫേർഡ് ബൈ FET ഓഫ് ദ ട്രാൻസിസ്റ്റർ വിൽ ചേഞ്ച് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ദിസ് വിൽ ചേഞ്ച് ദ ഫ്രീക്വൻസി ഓഫ് ദ. അപ്പം ഇതിനനുസരിച്ചാണ് കാരിയറിന്റെ സിഗ്നൽ, കാരണം ഇതാണ് നമ്മൾ ട്യൂൺഡ് സർക്യൂട്ടിന് അക്രോസ് കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസ്. സോ ഇതിനകത്തുണ്ടാവുന്ന റിയാക്ടൻസിനുണ്ടാവുന്ന ചേഞ്ച് കാരണമാണ് കാരിയർ ഫ്രീക്വൻസി. സോ നമുക്ക് FETയും കൂടെ വേണം, നമുക്ക് VCO മാത്രം പോരാ. ആ VCOയ്ക്ക് അക്രോസ് നമ്മൾ കണക്ട് ചെയ്യുന്ന FETയും കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രീക്വൻസിയെ ചേഞ്ച് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? സോ നമുക്ക് രണ്ട് പോയിന്റ്സിനകത്ത് മെയിനായിട്ടുണ്ട്, ഒന്ന് VCOയും ഒന്ന് FETയും. ആൻഡ് FET ഈസ് കണക്റ്റഡ് അക്രോസ് ദ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ, അല്ലെങ്കിൽ ആ ഓസിലേറ്ററിന്റെ ട്യൂൺഡ് സർക്യൂട്ടിന് അക്രോസ് നമ്മൾ FET കണക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് റിയാക്ടൻസിന് ചേഞ്ച് വരുമ്പം ആണ് ഫ്രീക്വൻസിക്ക് വേരിയേഷൻ വരുന്നത്. സോ ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ റിയാക്ടൻസ് മോഡുലേറ്ററിൻ്റെ. ദെൻ ദ വാല്യൂ ഓഫ് ദ റിയാക്ടൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഈ പോയിന്റ് ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കണം, ദ വാല്യൂ ഓഫ് ദ റിയാക്ടൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ട്രാൻസ് കണ്ടക്ടൻസ്. നമ്മൾ GM എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ട്രാൻസ് കണ്ടക്ടൻസ്, FETയുടെ ട്രാൻസ് കണ്ടക്ടൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ റിയാക്ടൻസിൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് മെയ്ഡ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദ ഗേറ്റ് ബയാസ് അല്ലേ. വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ആണ്. ഇപ്പം ഗേറ്റ് ബയാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഓസിലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ദിസ് പോയിന്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദ വാല്യൂ ഓഫ് റിയാക്ടൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ട്രാൻസ് കണ്ടക്ടൻസ് ഓഫ് ദ ഡിവൈസ്. സോ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഒരു മെത്തേഡാണ് നമ്മളിന്ന് പഠിച്ചത്. അത് എന്താണ്, റിയാക്ടൻസ് മോഡുലേറ്റർ ആണ്. സോ ഡയറക്റ്റ് മെത്തേഡ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. റിയാക്ടൻസ് മോഡുലേറ്റർ ഉണ്ട്, വരാക്ടർ ഡയോഡ് മോഡുലേറ്റേഴ്സും ഉണ്ട്. സോ നമുക്കിനി ഒരു മെത്തേഡിലൂടെ പഠിക്കാനുണ്ട്, വരാക്ടർ ഡയോഡ് മോഡുലേറ്റർ. നമ്മളിപ്പം ജസ്റ്റ് റിയാക്ടൻസ് മോഡുലേറ്റർ ആണ്, ഒരു VCOയും FETയും യൂസ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ടൻസ് മോഡുലേറ്ററിനെ കുറിച്ചാണ് പഠിച്ചത്. നമുക്കിനി അടുത്ത ലെക്ചറിൽ നമുക്ക് വരാക്ടർ ഡയോഡ് മോഡുലേറ്റേഴ്സും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡും നമുക്ക് പഠിക്കാം. ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് ആംസ്ട്രോങ് മെത്തേഡ്. സോ ഇത് ആകുമ്പോൾ നമ്മൾ FM ജനറേഷൻ്റെ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ദെൻ നമുക്ക് FM ഡിറ്റക്ഷനാണ് പഠിക്കാനുള്ളത്. FM ജനറേഷൻ പോലെ FM ഡിറ്റക്ഷനും പഠിക്കാനുണ്ട്. സോ അതും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് AM റിസീവേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ AM ഡിറ്റക്ടേഴ്സ്. സോ AM കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നമുക്ക് റിസീവർ സെക്ഷൻ അല്ലെങ്കിൽ അതെല്ലാം ഒരുമിച്ച് പഠിക്കാം. സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. അപ്പോൾ താങ്ക് യു.